നമസ്കാരം. ഞാൻ ഡോക്ടർ നന്ദകുമാർ. ഞാൻ ലക്ഷ്മി നന്ദകുമാർ. മൊനായ് ഇൻറ്റീരിയേഴ്സ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു 4ാമത്തെ പ്രോജക്റ്റാണിത്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ 2 വീടുകളാണുള്ളത്. ഇത് 2ാമത്തെ വീടാണ്. ആദ്യത്തെ വീടിൻ്റെ 2013 പണിയുന്നത്. 2020 അത് മൊനായ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് ആ വീട് മൊത്തമായിട്ടൊന്ന് റിനോവേറ്റ് ചെയ്തിരുന്നു. അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു വർക്കാണ്. അവർക്ക് ഒരു അവാർഡ് വരെ അതിന് കിട്ടിയിരുന്നു, ഏറ്റവും നല്ല ട്രഡീഷണൽ ഇൻറ്റീരിയേഴ്സിന്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്കും ഇൻറ്റീരിയർ ചെയ്യാൻ മൊനായ് ഇൻറ്റീരിയേഴ്സിനെ ഏൽപ്പിച്ചിരുന്നു. അതും അതിഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു. തുടർന്ന് ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ഹൗസ് അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ആ അപ്പാർട്ട്മെൻറ്റും ഇൻറ്റീരിയർ ചെയ്തത് മൊനായ് ആണ്. മൂന്ന് പ്രോജക്ട്സും കണ്ടവരെല്ലാവരും തന്നെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. തുടർന്ന് പിന്നീട് ഞാനൊരു വീട് കൂടി ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു സെക്കൻഡ് ഹൗസ് കൂടി കൺസ്ട്രക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് അവർ ഗൃഹ എന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലത്തെ ഒരു എഗ്രിമെൻ്റാണ്. അതായത് എനിക്ക് യാതൊന്നും അറിയണ്ട, ഞങ്ങൾ തമ്മിൽ പല റൗണ്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് കൺസ്ട്രക്ഷൻ്റെ പ്ലാൻസ് എല്ലാം ആദ്യം ഡിസൈഡ് ചെയ്യുന്നു. പിന്നീട് ഇൻറ്റീരിയറിനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ 3D ഫോട്ടോസ് എല്ലാം കാണിച്ച് എല്ലാം കൺഫേം ചെയ്ത് ഒരു എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ഒരു ടെൻഷനോ ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആ കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു രീതിയാണ് ഗൃഹ ആൻഡ് മൊനായ് ഇൻറ്റീരിയേഴ്സിന്. പലപ്പോഴും പല മാറ്റങ്ങൾ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പല മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിത്തരാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പല പ്രോജക്ട്സ് പല കൺസ്ട്രക്ഷൻസ് ചെയ്തിട്ടുള്ള ആളെന്ന നിലയ്ക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ക്ഷമയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു മനസ്സാണ്. അത് മൊനായിൽ ഇപ്പം ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയ്തത് പ്രസീതയാണ്. പ്രസീതയോട് പലപ്പോഴും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ക്ഷമയോടുകൂടി അത് കേട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വളരെ വലിയൊരു കാര്യമാണ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ടെൻഷൻസ് അത് അതേ രീതിയിൽ മനസ്സിലാക്കാൻ ഒരു ബിൽഡർക്ക് കഴിഞ്ഞാൽ അതായിരിക്കും ആ ഒരു പ്രോജക്റ്റിൻ്റെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള ഒരു പര്യവസാനം ഉണ്ടാവാൻ ഒരു ഹെൽപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ പലപ്പോഴും പല പ്രോജക്ട്സ് കഴിയുമ്പോഴത്തേക്കും ബിൽഡറും ഇൻവെസ്റ്ററും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ ഒരു ചരിത്രമാണുള്ളത്. പക്ഷേ ഇവിടെ അതിന് മറിച്ച് അങ്ങേയറ്റം ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് വിവരിക്കുന്നത്. ഏത് വലിയ പ്രോജക്റ്റും അതിൻ്റെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി അതിൻ്റെ എത്ര സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ ആ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്രയും ഡീറ്റെയിലിംഗ് ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും ഞാൻ ഈ ഒരു പ്രോജക്റ്റോടുകൂടി ഇതൊരു വലിയ പ്രോജക്റ്റാണ് കൂടുതൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. അവർക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും വലിയ വലിയ വിജയങ്ങൾ അവർക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. All the best, Monnai. Do well.